നമസ്കാരം, പൊട്ടക്കണ്ണനാണേ. ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്രമക്കേടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷെ അതിനകത്ത് എനിക്ക് ഏറ്റവും ഹീനമായിട്ട് തോന്നിയത്, അല്ലെങ്കിൽ ഏറ്റവും അപലപിക്കേണ്ടതായിട്ട് തോന്നിയത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അതൊന്ന് നമുക്ക് കേട്ടു നോക്കാം. ആദ്യം അതിന്റെ ഇൻട്രൊഡക്ഷൻ. അയ്യപ്പ സംഘവുമായി 10 കോടി രൂപയുടെ ചെലവാണ് അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിന് ആയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ 10 കോടി രൂപയാണ് അതിനുവേണ്ടി ചെലവായത്. എന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ആ 10 കോടി രൂപ അങ്ങനെ വേസ്റ്റ് ആക്കി കളയാതെ ശബരിമലയുടെ വികസനത്തിന് ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നേനെ. ഇനി നമ്മളുടെ ഹീനമായ കാര്യത്തിലേക്ക് കടക്കാം. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ 10 കോടി ചെലവായതിൽ 2 ലക്ഷവും ചെലവാക്കിയിരിക്കുന്നത് ആ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പമ്പയിലെത്തിയ മുഖ്യമന്ത്രിയുടെ താമസ സൗകര്യത്തിലാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ചടങ്ങ് നടക്കുമ്പോൾ അതിന്റെ തലേന്ന് തന്നെ മുഖ്യമന്ത്രി പമ്പയിലെത്തിയിരുന്നു. പമ്പയിലെ ഗസ്റ്റ് ഹൗസിലാണ് മുഖ്യമന്ത്രിക്ക് താമസ സൗകര്യം ഒരുക്കിയത്. ആ രാത്രി ഗസ്റ്റ് ഹൗസിൽ കഴിയാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് പുതിയ കട്ടിലും ബെത്തയും തലേണയും സോഫയും അതുപോലെ കസേരകളും പരവതാനിയും ഒക്കെ വാങ്ങിച്ചിരുന്നു. അതിൽ മുഖ്യമന്ത്രി കിടന്ന കട്ടിലിനും മെത്തയ്ക്കും കൂടെ ഏതാണ്ട് 1 ലക്ഷം രൂപയായി. ബാക്കി തലയണയും ഷീറ്റും എല്ലാം കൂടെ 1,11,365 രൂപയായി കിടക്കാൻ വേണ്ടി മാത്രം. അതില് കോർണർ സോഫയ്ക്ക് 65,000 രൂപയും ഗസ്റ്റ് ഹൗസിന്റെ ഇടനാഴിയിൽ ചുവപ്പ് പരവതാനിക്ക് 15,930 രൂപയുമാണ് ചിലവായത്. അതാണ് അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയാൽ എന്നൊരു പഴഞ്ചൊല്ല് തന്നെയുണ്ട്. ആ പഴഞ്ചൊല്ല് ഇവിടെ അന്വർത്ഥമാകുകയാണ്. കാരണം ഇതുപോലെയുള്ള നികൃഷ്ടമായ അട്ടകളെ പിടിച്ച് നമ്മൾ ഭരണസിരാതലത്തിൽ ഇരുത്തിയാൽ സംഭവിക്കുന്നതാണ്. നമ്മളുടെ പൈസ കൊണ്ട് ഒറ്റ രാത്രി കിടക്കാൻ 2.5 ലക്ഷം രൂപയുടെ കട്ടിലും തലയണകളും വാങ്ങി. പരവതാനി ഇല്ലെങ്കിൽ പുള്ളി കിടക്കത്തില്ലല്ലോ, ഇരിക്കത്തില്ലല്ലോ, രാജാവല്ലേ. കഷ്ടമാണ്. അതും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്നതു ആണ് ഇവിടെ പ്രസക്തം. കട്ടൻ ചായയും പരിപ്പോടെയും മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഇവർക്കുണ്ടായിരുന്നു. അതൊക്കെ മറന്നു. ഇപ്പോൾ മന്ത്രിയാകുന്നത് കോടികൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഇവരൊക്കെ ഉണ്ടാക്കുകയും ചെയ്തു. എന്നിട്ട് ഗോവിന്ദനെ പോലെയുള്ള പരീക്ഷകൾ വന്നിട്ട് പാവപ്പെട്ടവരെ ഇല്ലാതാക്കും എന്നുള്ള ഉടായിപ്പ് പറഞ്ഞിട്ട് അടുത്ത ഇലക്ഷന് ജയിക്കാൻ നിൽക്കുകയാണ്. നിങ്ങൾ തന്നെ ചിന്തിക്കൂ. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. നിങ്ങൾ ചിന്തിക്കൂ. ചിന്തിച്ചതിന് ശേഷം മാത്രം അടുത്ത വർഷം വോട്ട് കൊടുക്കുക. പൊട്ടക്കണ്ണനാണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ.